dear students, welcome to my classroom. Today we are going to discuss about the selection procedure. What are the steps included in the process of selection? There are 11 steps. First one, receipt and scrutiny of application. Second one, preliminary interview. Third one, blank application form. Fourth one, test. Next, interviews. Then checking reference. Next one, approval of supervisor. Eighth one, medical examination. Then final selection. And 10th, placement. And last one, induction or orientation. The procedures. First one, receipt and scrutiny of application. This is the first step in selection process. If the job vacancies, it will be notified in the newspaper, journals, notice board, etc. The applications are accepted up to a particular date, which is notified in the notification. After the prescribed date, the personnel department makes a detailed scrutiny of all these applications. They reject the unqualified applications. This information is intimated to the applicant. First step, receipt and scrutiny of application. ഇതിനകത്ത് ഓർഗനൈസേഷൻസ് അവിടെ വാക്കൻസീസ് ന്യൂസ് പേപ്പറിലോ നോട്ടീസ് ബോർഡിലോ ജേർണൽസിലോ നോട്ടിഫൈ ചെയ്യും. നോട്ടിഫൈ ചെയ്ത നോട്ടിഫിക്കേഷൻ ഡേറ്റും അതുപോലെ ആപ്ലിക്കേഷൻ ആക്സെപ്റ്റ് ചെയ്യുന്ന ലാസ്റ്റ് ഡേറ്റും അതിനകത്ത് നോട്ടിഫൈ ചെയ്യും. ദെൻ ആപ്ലിക്കേഷൻസ് എല്ലാം റിസീവ് ചെയ്ത് കഴിഞ്ഞാൽ ലാസ്റ്റ് ഡേറ്റ് ആയി കഴിഞ്ഞാൽ എല്ലാ ആപ്ലിക്കേഷൻസും സ്ക്രൂട്ടിനൈസ് ചെയ്ത് അൺക്വാളിഫൈഡ് ആയിട്ടുള്ള ആപ്ലിക്കേഷൻസ് റിജക്റ്റ് ചെയ്യും. അതായത് ക്യാൻഡിഡേറ്റ്സിനെ ഇൻറ്റിമേറ്റ് അറിയിക്കുകയും ചെയ്യും. സെക്കൻഡ് വൺ, പ്രിലിമിനറി ഇൻ്റർവ്യൂ. ഇറ്റ് ഈസ് കൺസിഡേർഡ് ദ ബേസിക് ഇൻ്റർവ്യൂ. ഇറ്റ് ഈസ് നോർമലി കണ്ടക്റ്റഡ് ബൈ ദി അസിസ്റ്റൻറ്റ് ഓർ receptionist or secretary of personnel management. The candidates are asked certain questions about their educational qualification, age, etc. And the appearance and personality of candidates are also examined. It will also help the candidate to know about the company and its conditions of work. That is ബേസിക് ആയിട്ടുള്ള ഫസ്റ്റ് കണ്ടക്ട് ചെയ്യുന്ന ഇൻ്റർവ്യൂ ആണ്. ഇതിനകത്ത് കാൻഡിഡേറ്റ്സിന് ജനറൽ ഇൻഫർമേഷൻ, ഏത് എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ കഴിഞ്ഞ ആളാണ്, അയാളുടെ ഏജ് എത്രയാണ്, അയാളുടെ ഒരു അപ്പിയറൻസും പേഴ്സണാലിറ്റിയൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന ഒരു ഇൻ്റർവ്യൂ ആണ് ഇതിനകത്ത് ചെയ്യുന്നത്. കാൻഡിഡേറ്റ്സിന് കമ്പനിയെക്കുറിച്ചും വർക്ക് കണ്ടീഷൻസിനെ കുറിച്ചെല്ലാം മനസ്സിലാക്കാനും ഈ ഇൻ്റർവ്യൂവിൽ സാധിക്കും. ആൻഡ് തേർഡ് വൺ, ബ്ലാങ്ക് ആപ്ലിക്കേഷൻ ഫോം. The applicant who are asked preliminary interview are given blank application form. That is, ഇവിടെ ആപ്ലിക്കൻ്റ് സെലക്ട് ചെയ്ത ആപ്ലിക്കൻ്റ് പ്രിലിമിനറി ഇൻ്റർവ്യൂവിൽ സെലക്ട് ചെയ്ത ആപ്ലിക്കൻറ്റിൻ്റെ അടുത്ത് ഈ ഒരു ബ്ലാങ്ക് ആപ്ലിക്കേഷൻ ഫോം കൊടുക്കും ഫില്ലപ്പ് ചെയ്യാനായിട്ട്. ദേ ആർ റിക്വയർഡ് ടു ഫില്ലപ്പ് ദി ആപ്ലിക്കേഷൻ ഫോം ഇൻ ദെയർ ഓൺ ഹാൻഡ് റൈറ്റിംഗ്. എ ബ്ലാങ്ക് ആപ്ലിക്കേഷൻ ഫോം ഈസ് എ പ്രിൻറ്റഡ് ആപ്ലിക്കേഷൻ ഫോം ദാറ്റ് ഈസ് യൂസ്ഡ് ടു കളക്ട് ദി ഇൻഡിവിജ്വൽ ബയോഡാറ്റ ഓഫ് ദി കാൻഡിഡേറ്റ്. ഇറ്റ് ഇൻക്ലൂഡ്സ് ദ ഫോളോയിങ് ഇൻഫർമേഷൻ. ബ്ലാങ്ക് ആപ്ലിക്കേഷൻ ഫോം എന്ന് പറയുന്നത് പ്രിൻറ്റഡ് ആയിട്ടുള്ള ഒരു ആപ്ലിക്കേഷൻ ഫോമാണ്. അതിനകത്ത് ഓരോ ഇൻഡിവിജ്വൽ കാൻഡിഡേറ്റ്സിൻ്റെയും ബയോഡാറ്റ കളക്ട് ചെയ്യാനാണ് യൂസ് ചെയ്യുന്നത്. അതിന് ഏതൊക്കെ ഇൻഫർമേഷൻസാണ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് നോക്കാം. ഫസ്റ്റ് വൺ, ബയോഡാറ്റ. ദാറ്റ് ഇൻക്ലൂഡ്സ് നെയിം ഓഫ് ആപ്ലിക്കൻറ്റ്, ഫാദേഴ്സ് നെയിം, ദാറ്റ് ഈസ് ഗാർഡിയൻസ് നെയിം, ഡേറ്റ് ഓഫ് ബർത്ത്, പ്ലേസ് ഓഫ് ബർത്ത്, അഡ്രസ്സ്, മാരിറ്റൽ സ്റ്റാറ്റസ്, ഹൈറ്റ്, വെയ്റ്റ്, ഹെൽത്ത്, ഡിഫെക്ട്സ്, ഐഡൻറ്റിഫിക്കേഷൻ മാർക്സ്, എക്സെട്ര. Second one, educational qualification. Educational institutions attended, marks obtained, subjects of studies, ഇങ്ങനെയുള്ള ഡീറ്റെയിൽസ് ആണ് അതിനകത്ത് സ്പെസിഫൈ ചെയ്ത് എഴുതാനായിട്ടുണ്ടാകും. ആൻഡ് വർക്ക് എക്സ്പീരിയൻസ്, ദാറ്റ് ഈസ് പ്രീവിയസ് എക്സ്പീരിയൻസ്, പ്രീവിയസ് എംപ്ലോയേഴ്സ് നെയിം, സാലറി റിസീവ്ഡ്, റീസൺ ഫോർ ലിവിങ് ദാറ്റ് ജോബ്, ഇതൊക്കെയാണ് അതിനകത്ത് കാണിക്കുക. എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് ഉണ്ടെങ്കിൽ NSS, NCC, സ്പോർട്സ്, ഗെയിംസ്, എക്സെട്ര, അതും ബേസിക്കായിട്ടുള്ള ഇൻഫർമേഷൻസിൽ ചോദിക്കാറുണ്ട്. ദെൻ എക്സ്പെക്റ്റഡ് സാലറി. ആ ഒരു പർട്ടിക്കുലർ ഓർഗനൈസേഷനിൽ നിന്ന് കാൻഡിഡേറ്റ് എന്താണോ എക്സ്പെക്റ്റ് ചെയ്യുന്നത് ആ എക്സ്പെക്റ്റ് ചെയ്യുന്ന സാലറി. ലാസ്റ്റ് വൺ, റെഫറൻസ്. ദി ആപ്ലിക്കൻറ്റ് ആർ ആസ്ക്ഡ് ടു ഗിവ് സർട്ടൻ റെസ്പെക്റ്റഡ് പേഴ്സൺസ് നെയിം ഇൻ ഹിസ് ഏരിയ ഫോർ റെഫറൻസ്. ദ കമ്പനി ക്യാൻ എൻക്വയർ അബൌട്ട് ദ കാൻഡിഡേറ്റ് ക്യാരക്ടർ ഫ്രം ദിസ് പേഴ്സൺ. റെഫറൻസിൽ കാൻഡിഡേറ്റ് അവരെക്കുറിച്ച് അറിയാനായിട്ട് ഏത് പേഴ്സണോ നമ്പറാണോ അല്ലെങ്കിൽ ഏത് എംപ്ലോയറുടെ എങ്കിൽ അയാൾ പഠിച്ച ഇൻസ്റ്റിറ്റ്യൂഷനിലെ നമ്പറോ അതല്ലെങ്കിൽ അയാൾ പ്രീവിയസ് വർക്ക് ചെയ്ത സ്ഥാപനത്തിലെ നമ്പറോ കോൺടാക്ട്സ് ഒക്കെ കൊടുക്കാം. അതിലൂടെ അയാളുടെ ബാക്ക്ഗ്രൗണ്ടും അയാളെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ടുള്ള ഇൻഫർമേഷൻസും അറിയാനായിട്ട് ഫേമിന് സാധിക്കും.
Next, test. After preliminary interview, candidates are asked to appear for selection test. It is mainly done to examine the suitability of candidate for a job. The management would like to know the capability, knowledge, pattern of interest, skill, attitude, etc. അതായത് ടെസ്റ്റ് കണ്ടക്ട് ചെയ്യുന്നത് ഒരു കാൻഡിഡേറ്റ് ജോബിന് ഓക്കെ ആണോ എന്നുള്ളത് ടെസ്റ്റ് ചെയ്യണമെന്ന്. ഇവിടെ മാനേജ്മെൻറ്റ് ഒരു കാൻഡിഡേറ്റിൻ്റെ ക്യാപ്പബിലിറ്റി, നോളജ്, പാറ്റേൺ ഓഫ് ഇൻട്രസ്റ്റ്, സ്കില്ല്, ആറ്റിറ്റ്യൂഡ് ഇതൊക്കെ അറിയാനായിട്ട് സാധിക്കും. അതുപോലെ സെലക്ഷനിൽ വരുന്ന എന്തെങ്കിലും ബയാസ് ഉണ്ടെങ്കിൽ റെഡ്യൂസ് ചെയ്യാൻ പറ്റും. പക്ഷേ ടെസ്റ്റ് കണ്ടക്ട് ചെയ്യുമ്പോൾ അത് പ്രോപ്പറായിട്ട് ഡിസൈൻ ചെയ്യാൻ വേണം, കറക്റ്റായിട്ട് കണ്ടക്ട് ചെയ്യാൻ വേണം, എന്നാലാണ് അതിൻ്റെ യൂസ്ഫുൾ ഉണ്ടാവുള്ളൂ. ദെൻ ഇമ്പോർട്ടൻറ്റ് ടൈപ്പ് ഓഫ് ടെസ്റ്റ് എന്ന് പറയുന്നത് ഇൻ്റലിജൻറ്റ് ടെസ്റ്റ്, ആറ്റിറ്റ്യൂഡ് ടെസ്റ്റ്, അതുപോലെ തന്നെ പേഴ്സണാലിറ്റി ടെസ്റ്റ് ഒക്കെ ആവാം. അത് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പഠിക്കും. നെക്സ്റ്റ്, ഇൻ്റർവ്യൂ. മാനേജ്മെൻറ്റ് വാണ്ട് ടു നോ ദ കാൻഡിഡേറ്റ് പേഴ്സണാലിറ്റി, മാനേഴ്സ്, അലേർട്ട്നെസ്, ഗഡ്സ്, ട്രേറ്റ്സ്. ഇങ്ങനെ ഒരു കാൻഡിഡേറ്റിനെ കുറിച്ച് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് അറിയാൻ വേണ്ടിയിട്ട് ഫസ്റ്റത്തെ ഇൻ്റർവ്യൂ പോലെയല്ല, കുറച്ച് കൂടുതൽ ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിച്ച് കുറച്ച് കൂടുതൽ ഡീറ്റെയിൽഡ് ഇൻഫർമേഷനൊക്കെ ഗ്യാദർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഇൻ്റർവ്യൂ കണ്ടക്ട് ചെയ്യുന്നത്. ഇതിലൂടെയാണ് ഒരു കാൻഡിഡേറ്റിൻ്റെ കൂടുതൽ ക്യാപ്പബിലിറ്റീസും സ്കില്ലൊക്കെ അറിയാനായിട്ട് സാധിക്കുള്ളൂ. Then definition. According to Scott, interview is a powerful exchange of ideas, the answering of questions and communicating two or more persons. അതായത് കമ്മ്യൂണിക്കേറ്റിംഗ് ബിറ്റ്വീൻ ടു ഓർ മോർ പേഴ്സൺസ് ഉണ്ടോ. അതിൽ കൂടുതലും ആൾക്കാർ നമ്മൾ സംസാരിക്കുമ്പോൾ ഒരാളിൽ നിന്നും മറ്റൊരാൾക്ക് ഒരുപാട് ഐഡിയാസാണ് പാസ് ഔട്ട് ആവുന്നത്. അപ്പോൾ അതിലൂടെ ഒരുപാട് ഇൻഫർമേഷൻസ് ഗ്യാദർ ചെയ്യാൻ സാധിക്കും. ഇൻ്റർവ്യൂവിൻ്റെ ഡിഫറെൻറ്റ് ടൈപ്സ് നമ്മൾ നെക്സ്റ്റ് ക്ലാസ്സസിൽ പഠിക്കും. 6th one, ചെക്കിംഗ് റെഫറൻസ്. റെഫറൻസിനെ കുറിച്ച് നമ്മൾ നേരത്തെ പറഞ്ഞു. റെഫറൻസ് കോൺടാക്റ്റ് ഡീറ്റെയിൽസ് കൊടുത്ത ആളിൽ നിന്ന് ഒരു കാൻഡിഡേറ്റിനെ കുറിച്ചുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള ഇൻഫർമേഷൻ കളക്ട് ചെയ്യാം. 7th one, അപ്രൂവൽ ഓഫ് സൂപ്പർവൈസർ. അതായത് ഈ മുകളിൽ പറഞ്ഞ എല്ലാ സ്റ്റെപ്സും കഴിഞ്ഞാൽ കാൻഡിഡേറ്റിനെ സെലക്ട് ചെയ്ത കാൻഡിഡേറ്റിൻ്റെ ലിസ്റ്റ് സൂപ്പർവൈസർക്ക് ഹാൻഡ് ഓവർ ചെയ്യും, സെൻഡ് ചെയ്യും. എന്തിനു വേണ്ടിയിട്ടാണ്? അപ്രൂവൽ. സൂപ്പർവൈസർ ആദ്യം അത് അപ്രൂവൽ ആക്കണം. അതിനുശേഷം മെഡിക്കൽ എക്സാമിനേഷൻ. ദറ്റ് ഈസ് candidate is required to go for medical examination. He will be examined by a doctor to check up whether he is suffering from any disease which will render him physically unfit for the job. If the medical report declared him fit, he will be given appointment order. മെഡിക്കൽ എക്സാമിനേഷന് ശേഷം അവരുടെ ഹെൽത്ത് കണ്ടീഷൻസ് ഓക്കെയാണ്, അസുഖങ്ങളൊന്നും ഇല്ലെങ്കിൽ മെഡിക്കലി ഫിറ്റാണ്, അപ്പോയിൻമെൻറ്റ് ഓർഡർ അവർക്ക് കൊടുക്കാം. അല്ലെങ്കിൽ എന്തെങ്കിലും ഡിസീസസ് ഫൈൻഡ് ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ അയാൾ അൺഫിറ്റാണ് ജോബ് ചെയ്യാനായിട്ട്, അയാളുടെ ആപ്ലിക്കേഷൻ റിജക്റ്റ് ആവാം. 9th one, ഫൈനൽ സെലക്ഷൻ. ആഫ്റ്റർ കംപ്ലീറ്റിംഗ് ദി എബവ് സ്റ്റേജസ്, ദി successful candidates are given appointment order. Date on which the candidate is required to join is shown in the appointment order. അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഓക്കെ ആയിട്ടുള്ള സെലക്ട് ചെയ്തിട്ടുള്ള കാൻഡിഡേറ്റ്സിന് അപ്പോയിൻമെൻറ്റ് ഓർഡർ കൊടുക്കുകയാണ്. അതിൽ എന്നാണോ ജോയിൻ ചെയ്യേണ്ടത് ആ ഡേറ്റ് സ്പെസിഫൈ ചെയ്തിരിക്കും. ആൻഡ് 10th point is placement. That is, it is a process of posting the employee into a particular position for a job. That is, it means a determination of a job to which an accepted candidate to be assigned to that job. എന്ന് വെച്ചാൽ ഇറ്റ് ഈസ് പോസ്റ്റഡ്, ദിസ് ഈസ് പോസ്റ്റഡ് ടു എ പർട്ടിക്കുലർ പൊസിഷൻ. ഇവിടെ ഒരു കാൻഡിഡേറ്റിനെ പർട്ടിക്കുലർ പൊസിഷനിലേക്ക് പോസ്റ്റ് ചെയ്യുന്ന പ്രോസസ്സാണ് പ്ലേസ്മെൻറ്റ് എന്ന് പറയുന്നത്. Then induction. It is the final stage of selection process. Induction, also known as orientation. It is an introducing process or inducing an employee into a social setup of his work. It is welcoming process. ഇൻട്രൊഡക്ഷൻ പോലെയാണ്. അത് ഇൻട്രൊഡ്യൂസിങ് പ്രോസസ്സ് എന്ന് പറയുമ്പോൾ ഇൻഡക്ഷൻ പ്രോസസ്സിൽ ഓറിയൻറ്റേഷൻ പ്രോഗ്രാം കൊടുക്കുക എന്ന് പറയുമ്പോൾ സെലക്ട് ചെയ്ത് അപ്പോയിൻറ്റ് ചെയ്ത എംപ്ലോയിക്ക് ആ ഓർഗനൈസേഷനെ കുറിച്ച് ഒരു ജനറൽ അവയർനെസ് പ്രൊവൈഡ് ചെയ്യാൻ, ഓർഗനൈസേഷൻ്റെ റൂൾസ്, റെഗുലേഷൻസ് ആൻഡ് അബൌട്ട് ഹിസ് ബോസ്, അബൌട്ട് ഹിസ് സബോർഡിനേറ്റ്സ്, അബൌട്ട് ഹിസ് ജോബ്, ഹിസ് റെസ്പോൺസിബിലിറ്റി, ഹിസ് ഡ്യൂട്ടീസ്, എന്തെല്ലാം കാര്യമാണ് ഓർഗനൈസേഷൻ ചെയ്യേണ്ടത്, ഓർഗനൈസേഷൻ്റെ നേച്ചർ എന്തൊക്കെയാണോ, ഇതിനെക്കുറിച്ചെല്ലാം ഒരു ഇൻട്രൊഡക്ഷൻ കൊടുക്കാനായിട്ടാണ് ഇൻഡക്ഷൻ പ്രോഗ്രാംസ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, ഐ ഹോപ്പ് യു ഓൾ അണ്ടർസ്റ്റുഡ്. താങ്ക് യു. ഇഫ് യു ഹാവ് എനി ഡൗട്ട്, കമൻറ്റ്.